അവൻ അത്രയ്ക്ക് നല്ല ആളൊന്നുമല്ല. അവൻ പഠിച്ച കള്ളനാ. അതുകൊണ്ടാ അവൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കിയാലേ അമ്മയ്ക്കുള്ള. മോനെ, നീ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലായടാ. അതുകൊണ്ടല്ലേ ഞാൻ അവൻ പറഞ്ഞതിനെ എതിർത്തത്. നേരിട്ട് ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ ബുദ്ധി ഉപയോഗിച്ച് അവന്റെ നീക്കങ്ങളെ തടയാൻ ശ്രമിച്ചില്ലേ? അതുകൊണ്ടൊന്നും ആയില്ല അമ്മേ. അവനെ എന്നേക്കുമായി ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ അമ്മയുടെ ആഗ്രഹവും എന്റെ പ്ലാനും ഒന്നും നടക്കില്ല. എനിക്ക് മനസ്സിലായടാ, എനിക്ക് മനസ്സിലായി. അമ്മ വഴിയുണ്ടാക്കാം. നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. അമ്മേ, അമ്മയുടെ കോണ്ടാക്ട്സ് ഉപയോഗിച്ച് ആ മന്ത്രി സോമരാജനെ അയാളുടെ അനിയൻ സാഗരാജനെയും പൂട്ടാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ അമ്മ പ്ലാൻ ചെയ്യും. അല്ലാതെ ഇത് തീരില്ല അമ്മേ. ഈ പ്രശ്നം ഇതുകൊണ്ടൊന്നും തീരില്ല. മോനെ, നീ അങ്ങനെയൊന്നും എടുത്ത് ചാടരുത്. അവരെയൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു പ്രോബ്ലം നമ്മൾ ഉണ്ടാക്കിയ പിന്നെ അത് വലിയ പ്രശ്നത്തിലേ ചെന്ന് അവസാനിക്കൂ. അതുകൊണ്ട് നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യാം. എന്ത് ചെയ്യാന്ന് അമ്മ പറയുന്നേ? മോനെ, നീ പറഞ്ഞതുപോലെ തന്നെ തൽക്കാലം ഈ പ്രശ്നങ്ങളൊന്ന് തീരാനായി ഞാനൊരു ബുദ്ധി പ്രയോഗിച്ചെന്നേ ഉള്ളൂ. 1 മാസം 2 മാസം എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെ ആണെന്ന് നിനക്കും അറിയാം. കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. എനിക്ക് പറ്റില്ല അമ്മേ. ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും എനിക്ക് തീരെ പറ്റില്ല. ക്ഷമയുടെ സമാധാനത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ആദ്യം രാജു, ഇപ്പതേ റോഹൻ. ഇങ്ങനെ ഇവന്മാരെയൊക്കെ സമാധാനത്തെ തോപ്പിക്കാൻ എനിക്ക് പറ്റില്ല. എടാ മോനെ, സമാധാനം ഒന്നുകൊണ്ട് മാത്രമേ ഇതുവരെ ഈ ലോകത്ത് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോ നമ്മുടെ വഴിയും സമാധാനപരമായിരിക്കണം. കാത്തിരിക്കാം, സമയം കൊടുക്കാം. എല്ലാം ശരിയാകുന്ന സമയം ഉണ്ടാവും. അതമ്മ മോന് തരുന്ന വാക്കാ. ആദ്യം നമുക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. ആ ദിവ്യ, രാജു, റോഹനും. അങ്ങനെ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കാമേ. ഇത് അധികകാലം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നാലേ ശരിയാവില്ല. ശത്രുക്കളുടെ എണ്ണം കൂടട്ടടാ. നമ്മുടെ ലക്ഷ്യവും അങ്ങനെ ചെറുതല്ല, വളരെ വലുതാ. അപ്പോ ശത്രുക്കളുടെ എണ്ണവും കൂടും. അത് സ്വാഭാവിക. പോരാടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഞാൻ തയ്യാറാ. എന്റെ കൂടെ നിൽക്കാൻ നീ തയ്യാറല്ലേ? ഞാനുണ്ടമ്മേ. ഇവരെ എല്ലാവരെയും നമുക്ക് നേരിടണം. എന്നിട്ട് ഈ സ്വത്തുക്കളും പണവും ഈ സാമ്രാജ്യവും മുഴുവൻ നമുക്ക് സ്വന്തമാക്കണം. ഞാനുണ്ടമ്മേ അമ്മയുടെ കൂടെ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കൊള്ളയോ കൊലയോ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നമുക്ക് ചെയ്യാം. അത് മതി മോനെ. ഈ ഒരു സ്പിരിറ്റ് നിനക്കുണ്ടായാ മതി. ബാക്കി അമ്മ നോയിക്കോളാം. രാജു, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്താ മാഡം? അച്ഛനെ ഈ ഇലക്ഷനില് ജയിക്കില്ലേ? അതിനെക്കുറിച്ച് ഓർത്ത് മാഡം ടെൻഷൻ ആവണ്ട. സാറ് ഈ ഇലക്ഷനില് പുഷ്പം പോലെ ജയിക്കും. അതെന്റെ കോൺഫിഡൻസാ. കാരണം എന്താണെന്നറിയോ? മന്ത്രി ആയിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും വർമ്മ സാറ് ഒരു തരത്തിലുള്ള അഴിമതിയോ ക്രമക്കേടോ ഒന്നും കാണിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഓരോരുത്തർക്കും എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ പറ്റോ അതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ഒരു നന്ദി ആൾക്കാർക്ക് സാറിനോടുണ്ടാവും. അത് വോട്ടായിട്ട് പെട്ടിയിലും എത്തിയിട്ടുണ്ടാവും. എന്തായാലും അച്ഛൻ ജയിക്കാൻ വേണ്ടി അമ്പലങ്ങളിൽ പോയെന്ന് പ്രാർത്ഥിക്കണം. മാഡത്തിന്റെ മനസ്സിന് അങ്ങനെ ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ മാഡം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. മാഡം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ആ സന്തോഷം കാണുന്നതാ എന്റെയും സന്തോഷം.
രാജു, ഒരു കാര്യം കൂടിയുണ്ട്. എന്താ മാഡം? ആ റോഹനെ ഈയിടെയായിട്ട് ആവശ്യമില്ലാതെ എല്ലാ കാര്യങ്ങളിലും തലയിടുന്നുണ്ട്. അതത്ര നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജു തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾക്ക് ഒരാളെ കണ്ട മാത്രയിൽ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് അയാളുടെ ജീവിതത്തിൽ കയറി ആവശ്യമില്ലാതെ ഇടപെടലുകൾ നടത്തുന്നത് ശരിയാണോ? അതൊരു നല്ല ക്യാരക്ടറാണെന്ന് രാജുന് തോന്നുന്നുണ്ടോ? എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞിട്ട് പോലും അവനത് കാര്യമാക്കിയില്ല. അതായത് എനിക്കിഷ്ടമല്ലെങ്കിൽ പോലും അവൻ എന്നെ വിവാഹം കഴിച്ചേ അടങ്ങുമെന്ന വാശിയില്ല. ഞാൻ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയാൻ അവനെന്താ അവകാശം? കല്യാണം തീരുമാനിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഞാൻ അവന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. അഥവാ ഭാര്യ ആയാൽ പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ? ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളില്ലേ? എനിക്കെന്തോ ഇത് ശരിയാവും തോന്നുന്നില്ല രാജു. മാഡം പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്കും തോന്നിയതാ. ആത്മാവില്ലാതായി പോവും. അത് മാത്രമല്ല മാഡം, റോഹന്റെ ക്യാരക്ടർ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്തായാലും മാഡത്തിന്റെ ജീവിതത്തിൽ കയറിയിട്ടുള്ള അവന്റെ ഭരണം നമുക്കത് അവസാനിപ്പിക്കാം. അതിനെന്തെങ്കിലും ഒരു വഴി ഉടനെ നമുക്കുണ്ടാക്കാം. മാഡം വിഷമിക്കണ്ട. എനിക്കറിയാം രാജു. രാജു എന്റെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടാവുമെന്ന്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് രാജുവിനെയാ. കാരണം എന്നെ മനസ്സിലാക്കുന്നത് രാജു മാത്രം. എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയുന്നതും അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരാൻ ശ്രമിക്കുന്നതും രാജുവാ. ആ രാജുവിനോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറയാ, അച്ഛനൊരു നിഷ്കളങ്കനാ. അതുകൊണ്ട് തന്നെ അച്ഛനെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ റോഹന് കഴിയും. അതിന് രാജു അനുവദിക്കരുത്. അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം പോലും റോഹൻ അച്ഛനോട് പറയാൻ പാടില്ല. അത് രാജു വേണം ശ്രദ്ധിക്കാൻ. അവൻ ആദ്യം ശ്രമിക്കുക രാജുവിനെ അച്ഛനിൽ നിന്നും അകറ്റാനായിരിക്കും. അതിനൊരിക്കലും രാജു ഇട കൊടുക്കരുത്. അച്ഛന്റെ മനസ്സിലെ രാജുവിന്റെ സ്ഥാനം എന്നും രാജു നിലനിർത്തണം. രാജു അല്ലാതെ മറ്റാരും അച്ഛന്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല. കാരണം എല്ലാവരും രാജുവിനെ പോലെയല്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരൊക്കെ അച്ഛനെ ചതിച്ചേക്കാം. പക്ഷെ രാജു അങ്ങനെ ചെയ്യില്ല. അതെന്റെ ഉറപ്പാ. ഒരിക്കലും തെറ്റാത്ത ഉറപ്പ്. രാജു, സർ, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. രാവിലെ വന്നിട്ട് നീ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോയതാ. പിന്നെ നിന്നെ കണ്ടില്ല. എവിടെയായിരുന്നു? ഹൃതിക മാഡത്തിന് ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ മാഡത്തിന്റെ അടുത്തായിരുന്നു. എന്താ സർ? ഞാൻ നിന്നോട് കുറച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഇന്നലെ സബ്മിറ്റ് ചെയ്യാൻ പറയാൻ വിട്ടുപോയി. അത് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം. ഒട്ടും വൈകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. സോറി സർ, ഞാൻ സാറിനോട് പറയാതെ തന്നെ അത് ഇന്നലെ സബ്മിറ്റ് ചെയ്തായിരുന്നു. ഓ, സബ്മിറ്റ് ചെയ്തോ? ഇറ്റ്സ് എ സർപ്രൈസ്. അതെന്തു പരിപാടിയാണ് നീ കാണിച്ചേ? ഒരു മിനിസ്റ്ററുടെ പി എന്ന് പറഞ്ഞാ അയാള് മിനിസ്റ്റർ അല്ല. അതാദ്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവണം.
നീ എന്ത് ധൈര്യത്തിലാ പ്രതാപം പറയാതെ ഓരോന്നും ചെയ്തു കൂട്ടുന്നേ? നീ സബ്മിറ്റ് ചെയ്ത പേപ്പേഴ്സിലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അത് നിന്നെയല്ല ബാധിക്കുന്നേ, അവനെയാ ബാധിക്കുന്നേ. അതുപോലും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ അങ്ങ് ചെയ്തു വച്ചേക്കുന്നു. ചേച്ചി, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒന്നും പറയരുത്. ഞാൻ പറഞ്ഞിട്ടാ അവൻ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തത്. എന്റെ സൈൻ ഇല്ലാതെ എന്ത് പേപ്പേഴ്സ് ആണെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ സബ്മിറ്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഞാനത് വിട്ടുപോയി. അത് ഓർത്ത് വെച്ച് ആ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത അവനെ വഴക്ക് പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ ആരോടും ഒന്നും സംസാരിക്കരുത്. നമസ്കാരം സാറേ. ഞാൻ സാറിനെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാണോ? ദിവ്യയുടെ അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. അതിന് ആരുടെ അനുവാദം വേണ്ട. ഞാനൊരു മന്ത്രിയാണെന്ന് കരുതി എന്നെ താണുവണങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ്. നിങ്ങളെപ്പോലുള്ള എല്ലാ അമ്മമാരുടെയും മക്കളെ പോലെ കരുതിയാൽ മതി ഞങ്ങൾ മന്ത്രിമാരെ. നിങ്ങളുടെ സേവകരാണ് ഞങ്ങൾ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് ഞങ്ങൾ. പണ്ടത്തെ രാജഭരണമൊന്നും അല്ല ഇപ്പോ. അതുകൊണ്ട് രാജാവിനെ പോലൊന്നും ഞങ്ങൾ ആരെയും കാണണ്ട. അല്ല, അമ്മ ഇപ്പൊ എന്തിനാ വന്നത്? ദിവ്യ കാണാൻ വേണ്ടിയാണോ? അതെ, കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ നൂലുകെട്ട് നടത്തിയില്ലല്ലോ. അപ്പോ കുഞ്ഞിന് നൂലുകെട്ട് നടത്തണം, കുഞ്ഞിന് പേരിടണം. അതിനുവേണ്ടി വന്നതാ. അതെ, ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. വലിയ വീടും കണ്ണു വെച്ചിട്ട് ഉടായിപ്പ് പരിപാടിയും കൊണ്ട് എന്റെ മോന്റെ തലയിൽ കേറുന്നതും പോരാ, ഇപ്പൊ ചടങ്ങ് നടത്താനുള്ള കൊട്ടേഷനായിട്ട് വന്നിരിക്കല്ലേ? ചേച്ചി, ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ലെങ്കിലും ഈ അമ്മയുടെ പ്രായം നോക്കട്ടെ. അവരോട് കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ട് വേണം പറയാൻ. ആ ദിവ്യേ, ഇങ്ങ വന്നേ. ദിവ്യ, അമ്മയും കൂട്ടിക്കൊണ്ടേ ഭക്ഷണം കൊടുക്ക. ശരി സാർ. അമ്മ വന്നേ. മോളുടെ ഭാഗ്യം കൊണ്ടാ ഇങ്ങനൊരു ബന്ധം മോൾക്ക് കിട്ടിയത്. അല്ലെങ്കിൽ മണിമാളിക പോലെയുള്ള ഈ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ജോലിക്കാരിയായി മാറാതെ ഇവിടെ തന്നെ കല്യാണം കഴിച്ചു വരാൻ കഴിയുമായിരുന്നോ? എന്തൊക്കെയായി ജയൻ ചേട്ടാ? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? രമ്യ ആദ്യം തന്ന കാശുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു. രണ്ടാമത് തന്ന കാശുകൊണ്ട് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് വീണ്ടും ഒന്ന് പച്ച പിടിച്ച് വരുന്നുണ്ട് രമ്യ. അല്ല, രാജു എന്തു പറയുന്നു? വല്ല മാറ്റമുണ്ടോ? അളിയന്റെ തീരുമാനം എന്താണെന്ന് ഓർത്ത് രമ്യ ടെൻഷൻ അടിക്കണ്ട. അളിയനെ കൊണ്ട് നിങ്ങളുടെ വിവാഹക്കാരെ സമ്മതിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ? അത് ഞാൻ ഏറ്റ കാര്യമല്ലേ? ഞാൻ നോക്കിക്കോളാം. ജേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? എടി, രമ്യ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്താ രമ്യ? എനിക്ക് പ്രിയ ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നി. ഒരു സമ്മാനം പ്രിയ ചേച്ചിക്ക് തരണമെന്നും തോന്നി. സമ്മാനോ? എന്ത് സമ്മാനം?
ഇത് പ്രിയ ചേച്ചിക്കുള്ളതാ. എന്നെ രാജുവിനും തമ്മിൽ ഒന്നിപ്പിക്കാൻ ജയൻ ചേട്ടന്റെ കൂടെ നിൽക്കുന്ന പ്രിയ ചേച്ചിക്കുള്ള എന്റെ ഒരു സ്നേഹ സമ്മാനം. അയ്യോ, ഇത് സ്വർണ്ണമാണോ? അതെ. ചേട്ടാ, നീ എടുത്തോ പ്രിയേ. ആരെങ്കിലും ചോദിച്ചാ ഞാൻ മേടിച്ചെന്നാണെന്ന് പറഞ്ഞാൽ മതി. ശരി ചേട്ടാ. പ്രിയ ചേച്ചി, ഇത് മാത്രമല്ല, എല്ലാം രമ്യ ആഗ്രഹിക്കുന്നത് പോലെ നടന്ന എന്റെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കുന്ന എല്ലാവർക്കും ഞാൻ ആവശ്യത്തിന് കാശും സമ്മാനങ്ങളും ഒക്കെ തരും. നീ ധൈര്യമായിട്ടിരിക്കും രമ്യേ. രാജുവിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സമ്മതിപ്പിച്ചോളാം. എനിക്ക് ഇത് കേട്ടാ മതി പ്രിയേച്ചി. മന്ത്രിയുടെ മകളെക്കാൾ മനസാക്ഷിയുള്ളവളും ദാനശീലയുമാണ് ഞാനെന്ന് ഇപ്പോ പ്രിയേച്ചിക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി രമ്യ. ദീപക് സാറേ, സാറെന്റെ മോളെ നന്നായി നോക്കിക്കോണേ. അവളൊരു പാവാ. പാവം. ദേ പെണ്ണുമ്പിള്ളേ, നിങ്ങളുടെ മനസ്സിലിരിപ്പേ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാ മതി. ഇവിടെ നൂലുകെട്ട് നടക്കില്ല, ഒരു കുന്തവും നടക്കില്ല. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഒന്നുമില്ലെങ്കിലും ദീപകിന്റെ കുഞ്ഞല്ലേ ഇത്. ആ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങും പേരിടൽ ചടങ്ങും നമ്മൾ ഇവിടെ വെച്ചാണ് നടത്തണം. ഇത് എന്റെ തീരുമാനമാണ്. ഞാൻ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. രാജു, ഈ ചടങ്ങിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഈ ചടങ്ങ് ഭംഗിയായി മുന്നിൽ നിന്ന് നീ നടത്തണം. ശരി സാർ. ദിവ്യ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദീപകിനുള്ള സ്നേഹം കാരണം ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എല്ലാം മാറി ചേച്ചിയും ദീപക്കും നിന്നെ സ്നേഹിച്ചു തുടങ്ങും. അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ദിവ്യ വിഷമിക്കണ്ട. അമ്മയോട് കുറച്ചേരം ഇരുന്ന് സംസാരിക്കുമ്പോ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറും. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കാം. രാജു, 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. നീ വന്നേ. സാർ. ആ, നിങ്ങൾ ആ പഞ്ചാംഗത്തിലെ ഋതിക മോളുടെ ജാതകം ഒന്ന് നോക്കിയേ. ആ, നോക്കട്ടെ. എടി, ഋതിക മാഡത്തിന് നല്ല സമയമാണ്. മാഡത്തിന്റെ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറുകയും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന മാസങ്ങളാണ് മുന്നോട്ട് വരാൻ പോണത്. ഋതിക മാഡത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലടി. രാജുവിന്റെ ജാതകത്തിലെ പ്രശ്നങ്ങൾ തന്നെയാ. ആ, അതിന് ക്ഷേത്രത്തിൽ തന്നെ പോണം. അതും ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ തന്നെ പോണം. രാജുവിന് വേണ്ടി പൂജ കഴിക്കണം. ശനിദോഷം ഒന്ന് മാറട്ടെടി.
അളിയന്റെ ശനിദോഷം മാറണമെങ്കിലേ അളിയെ രമ്യ കെട്ടിയാ മതി. അളിയന് വരുന്ന എല്ലാം ലോട്ടറിയാണ്. പക്ഷെ അളിയെ ഇതിനൊന്നും സമ്മതിക്കത്തുമില്ല. ഇനി അളിയന് സന്യാസ ജീവിതം വല്ലതും ഉണ്ടെന്നും കൂടെ നോക്കച്ച ജാതകത്തില്. അവന്റെ ഭാവി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നീ എന്തിനാ അതിനെപ്പറ്റി വിഷമിക്കണേ? വിധിയെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില മാരണങ്ങൾ വന്നു കയറാൻ തീരുമാനിച്ച അത് വന്നു കയറിയിരിക്കും. അത് നമ്മുടെ തലയിൽ കയറിയിരിക്കുകയും ചെയ്യും. ഓ, അതിനെന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ മാരണം ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, അച്ഛന്റെ അഭിപ്രായമെല്ലാം മാറിക്കോളും. ആ, ഞാൻ പറയുന്ന അളിയെ കേൾക്കുകയാണെങ്കിൽ അളിയുടെ നല്ലതേ ഉണ്ടാവും. അളിയുടെ നല്ലതുണ്ടായാ നമുക്ക് എല്ലാവർക്കും നല്ലതുണ്ടാവും. ഞാൻ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി പറയുമ്പോ നമ്മളെല്ലാവർക്കും മാറണാണല്ലോ. ആയിക്കോട്ടെ. ജയ, നീ നിർത്ത്. നീ ഇങ്ങനെ പറഞ്ഞു എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ? ഇത് രാജുവിന്റെ ജീവിതവും അവൻ എടുക്കേണ്ട തീരുമാനവുമാണ്. അപ്പോ അത് അങ്ങനെ തന്നെ അവന് വിട്ടുകൊടുക്ക്. അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്ക്. വെറുതെ നമ്മൾ എന്തിനാ അവനെ കൊണ്ട് നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിക്കുന്നേ? ഓ, ഞാൻ പറയുന്നേ ഉള്ളൂ. അല്ലെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പ്രിയേ, ഇവൻ മാറിയതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇവൻ നന്നായിന്ന് കേട്ടതിലാണ് എനിക്ക് അത്ഭുതം. പക്ഷെ ഇവന്റെ കൂടെ ചേർന്ന് നീയും മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും അത് ഞാൻ എന്നും അംഗീകരിച്ചിട്ടേ ഉള്ളൂ അച്ഛാ. ഓ, ജേട്ടൻ പറയുന്നതാ എനിക്ക് നല്ലതെന്ന് തോന്നുന്നേ. അല്ലാതെ എനിക്ക് മാറ്റമൊന്നുമില്ല.